ബാലചന്ദ്രമേനോൻ കണ്ടെടുത്ത നടിമാരെല്ലാം അത്യുന്നതിയിൽ എത്തിയിട്ടുണ്ട്. ശോഭന മുതൽ ശാരി വരെ ശോഭന മുതൽ ആനി വരെ നീളുന്നു ബാലചന്ദ്രമേനോൻ്റെ നായികമാർ. അവരെല്ലാം സൂപ്പർ നടികളായി മാറി. പക്ഷേ ഒരു നടിയെ മാത്രം ദൗർഭാഗ്യം പിടികൂടി. ഉഷ. ബാലചന്ദ്രമേനോൻ്റെ കണ്ടതും കേട്ടതും എന്ന ചിത്രത്തിൽ നായികയായെത്തിയ ഉഷ ഉയരങ്ങളിലേക്ക് പോയില്ല. ഉഷയുടെ യഥാർത്ഥ പേര് ഹസീന. ജനിച്ചത് ആലപ്പുഴയിൽ. പിതാവ് ASI മുഹമ്മദ് ഹനീഫ്, മാതാവ് ഹഫ്സ ബീബി. നാടകത്തിലൂടെയായിരുന്നു ഉഷയുടെ അരങ്ങേറ്റം. കുട്ടിക്കാലത്ത് തന്നെ ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ ഉഷ പഠിച്ചിരുന്നു. ഉഷയുടെ നാടകങ്ങൾ കണ്ട ബാലചന്ദ്രമേനോൻ കണ്ടതും കേട്ടതും എന്ന ചിത്രത്തിലൂടെ ഉഷയെ നായികയാക്കി. പടം വിചാരിച്ചതുപോലെ ഹിറ്റായില്ല. മേനോൻ സിനിമകൾ ഹിറ്റാവുന്ന കാലത്ത് കണ്ടതും കേട്ടതും പരാജയപ്പെട്ടത് ബാലചന്ദ്രമേനോന് തിരിച്ചടിയായി മാറി. ഒരു പത്രപ്രവർത്തകൻ അനുഭവിക്കുന്ന യാതനകളുടെ കഥയായിരുന്നു കണ്ടതും കേട്ടതും. തികച്ചും റിയലിസ്റ്റിക്കായ ബാലചന്ദ്രമേനോൻ ചിത്രം. പക്ഷേ അത് പരാജയപ്പെട്ടു. പിന്നീട് കുടുംബപുരാണത്തിൽ ഉഷ വന്നു. അന്നക്കുട്ടി കോടമ്പാക്കം വിളിക്കുന്നു എന്ന ചിത്രത്തിൽ ഉഷയുണ്ടായിരുന്നു. കാർണിവലിൽ ഉഷയുണ്ടായിരുന്നു. കിരീടത്തിൽ ഉഷയുണ്ടായിരുന്നു. നായികയായി കണ്ടതും കേട്ടതും എന്ന ചിത്രത്തിന് ശേഷം നായികയായി പല ചിത്രങ്ങളിലും ഉഷയെ തിരഞ്ഞെടുത്തിരുന്നു. പക്ഷേ ഒരു ചിത്രം, ഒരു സംവിധായകൻ ഉഷയെ ചതിച്ചു. അക്കാലത്ത് ചിത്രങ്ങൾ മലയാളത്തിൽ തരംഗമായ കാലമാണ്. അഭിലാഷയായിരുന്നു ചിത്രങ്ങളുടെ മുഖ്യ ആകർഷണം. പി ചന്ദ്രകുമാറിൻ്റെ ആദ്യ പാപം എന്ന ചിത്രത്തിന് ശേഷം ചിത്രങ്ങളുടെ ഒരു ചാകരക്കാലം ഉണ്ടായി. കൽപ്പന ഹൗസ്, കാനനസുന്ദരി, എൻക്വയറി തുടങ്ങിയ ചിത്രങ്ങൾ. ആ കാലത്ത് പൊന്നരഞ്ഞാണം എന്ന ചിത്രത്തിൽ അഭിനയിക്കേണ്ട ഗതികേട് ഉഷയ്ക്ക് ഉണ്ടായി. പൊന്നരഞ്ഞാണം ക്ലാസിക് ചിത്രമാണെന്ന് പറഞ്ഞാണ് സംവിധായകനും നിർമ്മാതാവും ഉഷയെ സമീപിച്ചത്. അതിൽ സാവിത്രി എന്ന കഥാപാത്രത്തെയാണ് ഉഷ അവതരിപ്പിച്ചത്. പക്ഷേ ആ ചിത്രം രതിരംഗങ്ങൾ കൊണ്ടു നിറച്ച ചിത്രമായിരുന്നു. ലെസ്ബിയൻ രംഗങ്ങൾ കൊണ്ടു നിറഞ്ഞ ചിത്രം. ഈ ചിത്രത്തിൽ ലെസ്ബിയനായി ഉഷയ്ക്ക് അഭിനയിക്കേണ്ടി വന്നു. ഉഷയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറി ഈ ചിത്രം. സെക്സ് നടി എന്ന വിശേഷണം ഉഷയ്ക്ക് വന്നു ചേർന്നു. പിന്നീട് നായകൻ്റെ അനുജത്തി അല്ലെങ്കിൽ ഉപനായിക എന്നിങ്ങനെയുള്ള വേഷങ്ങളിൽ ഉഷ ഒതുങ്ങിപ്പോയി. സംവിധായകൻ TS സുരേഷ് ബാബുവിനെ കല്യാണം കഴിച്ച ഉഷ ദാമ്പത്യത്തിലേക്ക് കടന്നു. പക്ഷേ ആ വിവാഹം പിന്നീട് വേർപിരിഞ്ഞു. അതിനുശേഷം പലതരത്തിൽ ഉഷ ശ്രദ്ധേയമായി. നല്ല ഗായിക കൂടിയാണ് ഉഷ. കഥാപ്രസംഗം നടത്താനും അവർക്ക് കഴിവുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ഉഷ ശോഭിച്ചു. ഇപ്പോഴും ഉഷ സിനിമയിൽ സജീവമാണ്. ന്യൂജൻ സിനിമയുടെ ഭാഗമായി ഉഷ എത്താറുണ്ട്. ചെന്നൈയിലെ ബിസിനസ്സുകാരനായ നാസർ അബ്ദുൽ ഖാദറിനെയാണ് ഉഷ രണ്ടാം വിവാഹം കഴിച്ചത്. TS സുരേഷ് ബാബുവുമായുള്ള ബന്ധം തനിക്ക് പറ്റിയ തെറ്റായിരുന്നുവെന്ന് ഉഷ പിന്നീട് പറഞ്ഞു. പൊന്നരഞ്ഞാണം എന്ന ചിത്രത്തിൽ ലെസ്ബിയനായി അഭിനയിച്ചത് തെറ്റായിരുന്നുവെന്ന് ഉഷ പിന്നീട് പറഞ്ഞു. ഉഷയെപ്പറ്റി പൊന്നരഞ്ഞാണം ഇറങ്ങിയ ശേഷം പല അപവാദങ്ങളും നിലനിന്നിരുന്നു. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് അഗ്നിശുദ്ധി വരുത്തി മുന്നോട്ട് നീങ്ങുന്ന ഉഷയാണ് പ്രേക്ഷകർ പിന്നീട് കണ്ടത്. ഉഷ നല്ല നടിയാണ്. ആദ്യ ചിത്രമായ കണ്ടതും കേട്ടതും നല്ലൊരു സിനിമയായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് ആ ചിത്രം ഓടിയില്ല. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടതും കേട്ടതും പിന്നീട് സ്വന്തം ലേഖകനായി ദിലീപ് മറ്റൊരു തരത്തിൽ ദിലീപ് ചിത്രമായി വന്നു. സ്വന്തം ലേഖകൻ എന്ന ചിത്രം. എന്തായാലും ഉഷ ഇപ്പോഴും സജീവമാണ്. ഉഷ സംതൃപ്തയാണ്. നല്ലൊരു കലാകാരിയാണ് അവർ.
കലയുടെ ഉത്തുംഗ ഉന്നത ശൃംഗങ്ങളിൽ എത്താനുള്ള കഴിവുണ്ടായിരുന്നു അവർക്ക്. ഒറ്റഭാവം കൊണ്ട് പ്രണയവും ശോകവും ഒക്കെ വരുത്താനുള്ള കഴിവുണ്ടായിരുന്നു അവർക്ക്. പക്ഷേ പൊന്നരഞ്ഞാണം എന്ന ചിത്രം അവരെ തകർത്തു കളഞ്ഞു എന്ന് പറയുന്നതാകും ശരി.